അവസാനം എത്തിയത് പാറുവും കുഞ്ഞുമുള്ള റൂമിലായിരുന്നു. റൂമിൽ ആരോ തട്ടുന്ന സൗണ്ട് കേട്ടാണ് പാറു കണ്ണുകൾ തുറന്നത്. അവൾ മുന്നിൽ ലൈറ്റ് ഓണാക്കി എഴുന്നേൽക്കുമ്പോൾ ജെനിയും എഴുന്നേറ്റിരുന്നു. കുഞ്ഞാണെങ്കിൽ നല്ല ഉറക്കവും. രോഹിത് ലക്ഷ്മിയും ആവും. ഒറ്റയ്ക്ക് കിടന്നിട്ട് അവർക്ക് ഉറക്കം വന്ന് കാണില്ല, അതാവും. എന്തായാലും ഞാൻ തുറക്കാം, അത്രയും പറഞ്ഞ് ജെനി പോയി ഡോർ തുറന്നു. മുന്നിൽ നിൽക്കുന്നവരെ കണ്ടതും അവൾ ആദ്യം ഒരു നടക്കമുണ്ടായിരുന്നെങ്കിലും അത് മാറി പുച്ഛയും ദേഷ്യവും നുരഞ്ഞു പൊന്തി. നിനക്കൊന്ന് കിട്ടിയത് പോരായിട്ടാണോ കള്ളന്മാരെ പോലെ വീട്ടിൽ നുഴഞ്ഞു കയറിയത്? ജെനി വൈകിയും വാമിയും നോക്കി അത് ചോദിക്കവേ പാറുവും അവിടേക്ക് വന്നിരുന്നു. നീക്ക് അന്ന് തന്നപ്പോൾ പേടിച്ച് വിറച്ചത് കൊണ്ടല്ല ഞങ്ങളെല്ലാം കൊണ്ട് ഇവിടെ നിന്ന് പോയത്. അന്ന് അങ്ങനെയൊക്കെ നീക്ക് കാണിച്ചത് കാശോടും മറ്റൊരുമാടും ബലത്തിലായിരുന്നല്ലോ. അന്ന് ഞങ്ങളോട് കാണിച്ചതിനുള്ള അതിൽ ഒരുത്തി ഇന്ന് ഹോസ്പിറ്റലിൽ കിടന്ന് ജീവനും മരണത്തിനുമിടയിൽ കൂടെ അനുഭവിക്കുന്നത് അടുത്ത നീയൊക്കെയാ. ഡീം, നീ എന്താ പറഞ്ഞേ? അപ്പം ഞങ്ങളുടെ കാവ്യം നീയൊക്കെ കൂടെയാണല്ലേ ഈ നിലയിലാക്കിയത്? അത്രയും പറഞ്ഞ് പാറു വൈകിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. അത് കണ്ടതും വാമി അത് തടഞ്ഞുകൊണ്ട് പാറുവിന് നേരെ വരാനും ജെനി അവളെ തടഞ്ഞു. അവളുടെ കാര്യങ്ങൾ പിടിച്ച് നിരിച്ചുകൊണ്ടിരുന്നു. പാറുവിൻ്റെയും ജെനിയുടെയും കയ്യിൽ കിടന്ന് വൈകിയും വാമിയും കുതറി. എന്നാൽ അവരെ വിടാതെ കൂടുതൽ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് പിന്നെ നിന്ന് ഉച്ചത്തിൽ ബീം സൗണ്ട് മുഴങ്ങിയത്. അവരെ വിടുന്ന നിനക്കൊക്കെ നല്ലത്, ഇല്ലെങ്കിൽ ജെനിയും പാറും ഒരു നിമിഷം തിരിഞ്ഞു നോക്കി. അവർ നോക്കുമ്പോൾ ഭീമിൻ്റെ കരങ്ങൾ പേടിച്ച് വിറച്ചിരിക്കുന്ന കുഞ്ഞി. പാറ് കുഞ്ഞിക്കടുത്ത് പായാനും കുഞ്ഞിക്ക് നേരെ കത്തിവെച്ചുകൊണ്ട് ഭീം പറഞ്ഞു, അടുത്തേക്ക് ഒരടി വെച്ചാ പിന്നെ ഇതിനെ നീയൊന്നും ജീവനോടെ കാണില്ല. നിങ്ങളോട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഒന്നും അറിയാത്ത എൻ്റെ മോളെയും ഞങ്ങളെ ഈ വീട്ടിലുള്ളവർ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? പാറു ഭീമിനെ നോക്കി ചോദിച്ചു. അതിന് കാരണം അവനാ, ആ കാശി. മര്യാദയ്ക്ക് അവൻ്റെ പാട് നോക്കി പോവാതെ റാത്തൂറിനും രാവണനും രുദ്രവീറിനും ഇടയിൽ വന്നാ പിന്നെ വെറുതെ ഇരിക്കുമോ? ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഓരോന്ന് ചെയ്ത് കാശുണ്ടാക്കിയാൽ തന്നെ അവനെന്താ? ഞങ്ങൾക്കിടയിൽ അവനാ വന്നത്. അപ്പോൾ അവന് വേണ്ടി ബലിയാടാവേണ്ടി വരുന്നത് അവന് വേണ്ടപ്പെട്ടവർ തന്നെയാവും. അതിന് കുഞ്ഞി വേദനിപ്പിക്കുന്ന എന്തിനാ? അതിന് പകരം എന്നെ കൊന്നു, മോളെ വിട്ടേക്ക്. അത്രയും പറഞ്ഞ് കുഞ്ഞിയുടെ അടുത്തേക്ക് പാറു വരാനും അവർ കുഞ്ഞെ വൈകിയുടെ കരങ്ങൾ കൊടുത്തു. വൈക അത്രയും പറഞ്ഞ് അവൻ കണ്ണ് കാണിച്ചതും അവൾ കുഞ്ഞുമായി അവിടെ നിന്ന് പോകാനും പാറു അവളുടെ കയ്യിൽ നിന്ന് കുഞ്ഞെ പിടിച്ചു വാങ്ങാൻ എത്തിയിരുന്നു. എന്നാൽ കുഞ്ഞെ അവൾ കൊടുക്കാതെ പാറുവിനെ തടഞ്ഞുകൊണ്ടിരുന്നു. ഈ സമയം കുഞ്ഞ് ഭയന്ന് പാറുവിനെ നോക്കി വൈകിയുടെ കയ്യിൽ ഇരുന്നു കൊണ്ട് തന്നെ അമ്മ അമ്മ എന്ന് വിളിച്ച് കരയാൻ തുടങ്ങി. എൻ്റെ മോള് തരുന്നതാ വൈകി നിനക്ക് നല്ലത്. നിന്റെ മോളോ? ഏത് വകയിൽ? കണക്ക് വെച്ച് നോക്കിയാൽ ഇവൾ എൻ്റെ മകളാണ്. അതുകൊണ്ട് ജനിപ്പിച്ച എനിക്കില്ലാത്ത വിഷമം നിനക്ക് വേണ്ട. ആ നിമിഷം പാറുവിന് വൈകിയോട് ദേഷ്യം കൂടി വന്നു. പാറുവിന് അവൾ നിന്ന് കുഞ്ഞെ പിടിച്ചു വാങ്ങാൻ വരുന്നത് കണ്ടു. വാമിയും വൈകിയുടെ കൂടെ ചേർന്ന് പാറുവിനെ തടഞ്ഞു. ജനിക്ക് കണ്ടു നിൽക്കാനായില്ല. അവളും അവർക്കിടയിൽ എത്തി. ഈ സമയം ഭീം വന്ന് പാറുവിൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് പിന്നിലേക്ക് തള്ളി. ആ നിമിഷം ജനിയും അവരിൽ നിന്ന് പിടിവിട്ട് പാറുവിനെ നോക്കി. നിലത്തിട്ട് പാറുവിനെ അവൻ വലിച്ചേൽപ്പിച്ചു. ഒപ്പം അവൾ അടിവയറ്റി നോക്കി ആഞ്ഞു ചവിട്ടാനാഞ്ഞതും ജെനി വേഗത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ ബോട്ടിലെടുത്ത് ഭീമിൻ്റെ തലക്ക് ആഞ്ഞടിച്ചു. ഒന്നല്ല 2 തവണ. രണ്ടാമത്തെ തവണ ആദ്യത്തേക്കാൾ ശക്തിയായി തന്നെ അടിച്ചു. ആ നിമിഷം തന്നെ ഫ്ലവർ ബോട്ടിൽ കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ചു. ഒപ്പം ഭീം ബോധം മറിഞ്ഞ് നിലത്ത് വീണു. ഡീം, നിനക്കൊക്കെ ഇത്രയ്ക്ക് അഹങ്കാരമോ? നിനക്ക് അറിയാൻ പോകുന്നേ ഉള്ളൂ, വൈക പറഞ്ഞു. ആരെയൊക്കെ അറിയാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നിനക്കൊക്കെ. കുഞ്ഞെ താടി മര്യാദയ്ക്കും. ജെനി അത്രയും പറഞ്ഞ് കുഞ്ഞി അവളിൽ നിന്നും പിടിച്ചു വാങ്ങാൻ പോവുക. കുഞ്ഞുമായി അവൾ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടി. പിന്നാലെ ജെനി അതിനെ സമ്മതിക്കാതെ വണ്ണം അവൾക്ക് പിന്നാലെ വാമിയും പായുമ്പോൾ ഒരുവിധം നിലത്ത് നിന്ന് എഴുന്നേറ്റ് പാറും കുഞ്ഞും നിലവിളിച്ചുകൊണ്ട് അവർക്ക് പിന്നാലെ തന്നെ പാഞ്ഞു. എന്താ വിളിച്ചു വരുത്തിയ ആള് ഒരുമാതിരി ഡേഷും മുന്നിൽ നിൽക്കുന്നവരെ കോളറി പിടിച്ച് വലിച്ചുകൊണ്ട് കാശ് ചോദിച്ചു. നിങ്ങൾക്ക് ഇന്ന് തന്നെ ഈ ബിസിനസ് ഡീൽ ഓക്കെ ആകണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞങ്ങൾ മറ്റു പ്രോഗ്രാം മാറ്റി ഇങ്ങോട്ട് വന്നത്? ഞങ്ങളിൽ ഇന്ന് വരെ നിങ്ങൾ വിശ്വാസം വെച്ചതിൻ്റെ ബലമായിട്ടാണോ ഇങ്ങനെയൊന്ന് കാണിച്ചത്? അലൻ പറഞ്ഞു. ഇവന്മാരോട് ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല അലൻ, ചോദിക്കേണ്ട രീതിയിൽ തന്നെ ചോദിക്കണം. അത്രയും പറഞ്ഞ് കാശി അവരെടുത്തിട്ട് പെരുമാറി. അവസാനം അവർ കാശിയെ ഭയന്ന് സത്യം പറയാമെന്ന് പറഞ്ഞ് സമ്മതിച്ചു. എങ്കിൽ പറ, ആര് പറഞ്ഞാ നിങ്ങളിത് ചെയ്തത്? കള്ളാണ് പറയുന്നെങ്കിൽ അറിയാലോ എന്നെ. ഒന്നിനെയും ജീവനോട് വെച്ചേക്കില്ല. രുദ്രവീർ പറഞ്ഞിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്തത്. മറ്റൊന്നും ഞങ്ങൾക്കറിയില്ല. അയാൾ പറഞ്ഞത് നമുക്ക് 2 ഉറുക്കിട്ട് നേട്ടമുള്ള ഒരു വമ്പൻ ഡീലാണ് കയ്യിൽ തരാൻ പോകുന്നതെന്ന്. അത് വിശ്വസിച്ച ഞങ്ങൾ കാശി ഇങ്ങോട്ട് വിളിച്ചത്. അല്ലാതെ വിശ്വാസവഞ്ചന ചെയ്തിട്ടില്ല എപ്പോഴും. കാശി, അപ്പം ഇതിനെന്തോ ചതിയുണ്ട്. നിന്നെയും എന്നെയും നാട്ടിൽ നിന്ന് അവനിട്ട് എത്തിച്ചെങ്കിൽ അവിടെ അവൻ എന്തോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെ, ഇനി താമസിക്കാൻ പാടില്ല. ഇത്ര വേഗം നാട്ടിലെത്തിയേ പറ്റൂ. അത്രയും മലയെ നോക്കി പറഞ്ഞ ശേഷം കാശി മുന്നിൽ നിൽക്കുന്ന നോക്കി പറഞ്ഞു. ഇന്ന് മുതൽ കൈലാസം ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് കിയർ ഗ്രൂപ്പ് കമ്പനിയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും ഉണ്ടായിരിക്കുന്നല്ല. പിന്നെ നിന്നെയൊക്കെ അയച്ച് അവനോട് പറഞ്ഞേക്കും എൻ്റെ ആർക്കെങ്കിലും എന്തിനും സംഭവിച്ചെന്നറിഞ്ഞ പിന്നെ ഒരുത്തൻ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവില്ല.
കൊന്നു തള്ളും ഈ കാശിയെന്ന്. ഹലോ കാശേട്ടാ, ഏട്ടൻ എവിടെയായിരുന്നു? എത്ര നേരായി വിളിക്കുന്നു, ഏട്ടൻ ഫോൺ എടുക്കാതിരുന്നത്? കാർത്തി ചോദിച്ചു. എന്താ അവിടെ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഉണ്ട്. കുഞ്ഞിക്ക് എന്തെങ്കിലും പറ്റിയോ? പറ കാർത്തി. എൻ്റെ മോളിവിടെ. ഏട്ടൻ പേടിക്കണ്ട, കുഞ്ഞിക്കൊന്നും പറ്റിയില്ല. മറിച്ച് കാർത്തിക്കൊരു ആക്സിഡന്റ് പറ്റി. എങ്ങനെ, എപ്പോ, എവിടെ വെച്ച്? രാവിലെ അവളുടെ വണ്ടിയിൽ ഇങ്ങോട്ട് വന്ന് ഇടിക്കുമായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത് മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി ശ്രമിച്ച പോലുണ്ടെന്ന്. തൽക്കാലം ഞാനിവിടെ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഇത് പറയാനായിട്ടാണ് വിളിച്ചത്. എന്നിട്ട് കാവ്യയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒരു ഓപ്പറേഷൻ വേണം എന്നാ പറഞ്ഞ് രഞ്ജിയേട്ട്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഹോസ്പിറ്റലിൽ നിൽക്കുക. പാറുടുത്തി, കുഞ്ഞ് ജേനി, രോഹിത്, രശ്മി ഇവരെ മാത്രം ഞാൻ വീട്ടിൽ കൊണ്ടാക്കി. നീ എന്ത് മണ്ടത്താണ് കാണിച്ചത്? ഇത്രയും അവിടെ സംഭവിച്ചത് അവരത്രയും പേരെ വീട്ടിൽ വിട്ടെന്നു. അതിന് അവർ അത്രയും പേരില്ലേ? ഡാഷ് മൂന്നും അവർ പെണ്ണുങ്ങളാ. ആകെയുള്ള രോഹിത്ത്, അവൻ കുഞ്ഞും. എനിക്ക് ഉറപ്പാണ് ഇതൊക്കെ അവന്മാരുടെ പണിയാ. തൽക്കാലം അവിടെ അച്ഛനും രഞ്ജി എല്ലാവരും ഇല്ലേ? നീ ഇപ്പം തന്നെ വീട്ടിൽ പോകണം. വേണമെങ്കിൽ സച്ചയും കൂട്ടിക്കോ, എന്നിട്ട് അവരെ കൂടി ഹോസ്പിറ്റലിൽ ചെല്ലും. നിങ്ങളെല്ലാവരും എപ്പോഴും ഒരുമിച്ചുണ്ടായിരിക്കണം. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ഞാനിപ്പോൾ തന്നെ സച്ചിനെ കൂട്ടി പോകാം. കുഞ്ഞിയും കൊണ്ട് വൈകിട്ട് ടെറസിലേക്ക് ഓടിക്കയറി. പിന്നാലെ തന്നെ ജെനിയും വാമിയും പാറുവും ഉണ്ടായിരുന്നു. ജെനിയും പാറുവും തനിക്ക് നേരെ വരുന്ന കണ്ട് കുഞ്ഞി അവൾ ടെറസിന് താഴേക്കിടാൻ എന്ന വണ്ണം പിടിച്ചു. കുഞ്ഞ് പേടിച്ച് അവളുടെ കയ്യിൽ കിടന്ന് അലറി വിളിച്ചു. അതുകൂടെ കണ്ടതും പാറുവിൻ്റെ ശരീരം തളരുന്ന പോലെ തോന്നി അവൾക്ക്. അവളുടെ ഹൃദയം പിടഞ്ഞു. വൈക, പ്ലീസ്, എൻ്റെ മോളൊന്നും ചെയ്യരുത്. നീ പറയുന്ന എന്ത് കേൾക്കാം? എൻ്റെ കുഞ്ഞെ വിട്ടേക്ക്. ഞാൻ പറയുന്ന എന്തും നീ കേൾക്കുമോ? എൻ്റെ കുഞ്ഞിക്ക് വേണ്ടി എന്തും കേൾക്കും. എങ്കിൽ ഇത് നീ ഇപ്പോൾ ഞങ്ങളുടെ മുന്നിൽ വെച്ച് കഴിക്കണം. വാമി അവൾക്ക് മുന്നിൽ വന്നിരുന്നുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന വിഷം കലർത്തിയ കുപ്പി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഇത് കുടിച്ച് നീ സ്വയം നിന്റെ ജീവൻ കൊടുക്കാൻ തയ്യാറായ കുഞ്ഞെ ഞാൻ ഒന്നും ചെയ്യില്ല. പാറു, ഇവർ പലതും പറയും. നീ കുടിക്കരുത്. ഇവർ കുഞ്ഞൊന്നും ചെയ്യില്ല. അതിനാവില്ല ഇവർക്കാർക്കും. അങ്ങനെയാണെങ്കിൽ കുഞ്ഞെ നീ മറന്നേക്ക് പാറു. നോ, ഞാൻ കുടിക്കാം. അത്രയും പനി വാമിയുടെ കയ്യിൽ നിന്നും ആ വിഷം വാങ്ങി അവൾ കുടിക്കാനും ജെനി വന്ന് തട്ടിത്തെറിപ്പിച്ചു. ഇത് കണ്ട് വാമി ദേഷ്യത്തിൽ ജെനിക്ക് നേരെ തിരിഞ്ഞു. ജെനിക്ക് നേരെ കരമുയർത്തിയ വാമിയുടെ കരണം പുകച്ചു തന്നെ ജെനി കൊടുത്തു 2 ഉഗ്രം തല്ല്. ഡീം തല്ല് കിട്ടിയിട്ടും ജെനിക്ക് നേരെ പാഞ്ഞുകളുടെ മുടിക്ക് തന്നെ കുത്തിപ്പിടിച്ച ജെനി. ഈ സമയം കുഞ്ഞേയും കൊണ്ട് വൈക അവർക്ക് നേരെ വന്നു. പാറു, അവളോട് വാമിയെ വിടാൻ പറ, ഇല്ലെങ്കിൽ നിനക്ക് കുഞ്ഞിയെ കിട്ടില്ല. എന്നാൽ പാറു വേഗം ചെന്ന് കുഞ്ഞി അവളിൽ നിന്ന് പിടിച്ചെടുക്കാൻ നോക്കി. ഒരിടത്ത് ജെനിയും വാമിയും കൂടെ പൊരിഞ്ഞ തല്ല് കൂടുമ്പോൾ മറു സൈഡിൽ കുഞ്ഞിക്ക് വേണ്ടി പാറും വൈകിയും മത്സരിച്ചു. പാറുവിന് വൈകി ഉപദ്രവിക്കാൻ നോക്കുന്നത് കണ്ടതും കുഞ്ഞ് വൈകിയുടെ മുഖത്ത് കുഞ്ഞു കരങ്ങളിട്ട് അടിക്കുകയും പിച്ചുകയും മാന്തുകയും ചെയ്തു. വൈകി നല്ലതുപോലെ വേദനിച്ചു. അവൾ ദേഷ്യത്തിൽ കുഞ്ഞിയുടെ കുഞ്ഞു കവിൽ അടിച്ചു. കുഞ്ഞ് വേദനയാൽ കരയാൻ തുടങ്ങി. പാറുവിനെ സഹിക്കാനായില്ല. അവൾ വന്ന് വൈകിയുടെ കവിളിൽ ആഞ്ഞടിച്ചുകൊണ്ട് കുഞ്ഞെ കൈക്കലേക്കാൻ നോക്കിയെങ്കിലും വൈകിൽ ദേഷ്യം നുരഞ്ഞു. അവൾ പാറുവിനെ പിടിച്ച് തള്ളിക്കൊണ്ട് കുഞ്ഞെ വീണ്ടും 2ാമത്തെ നിലയിൽ നിന്നും താഴേക്ക് പിടിച്ചു. നോക്ക് വൈക, നീ ചെയ്യുന്നത് ശരിയല്ല. കുഞ്ഞെത്താ, അവൾ പേടിച്ച് കരുന്ന് കണ്ടില്ലേ? ഒന്നുമല്ലെങ്കിലും നിന്റെ വയറ്റിൽ ജയിച്ചല്ല അവള്. ഒരു കരുണയെങ്കിലും കാട്ടിക്കൂടെ? എനിക്ക് ആരുടെ ഒരു കരുണയുമില്ല. എനിക്കെൻ്റെ ജീവിതം, എൻ്റെ നേട്ടങ്ങൾ, അത് മാത്രമാണ് വലുത്. നീയും കാശിയും ഈ കുഞ്ഞുമായി ഒരുമിച്ച് സുഖിച്ച് ജീവിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. കുഞ്ഞെ ഇപ്പുറത്ത് പിടിച്ചിട്ട് നീ സംസാരിക്കുക എന്ത് തന്നെ ആയാലും. മോള് പേടിച്ച് കരയുന്നത് കണ്ടില്ലേ? കരഞ്ഞാൽ തന്നെ എനിക്കെന്താ? ഇവളോടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പാറു. ദേ, ഇവൾക്ക് കൊടുത്ത പോലെ കൊടുത്താൽ ഇവളും പഠിക്കും. ജെനി അടിച്ചു ചുരുട്ടി ഒരിടത്തിട്ടിരിക്കുന്ന വാമിയെ ചൂണ്ടി പറഞ്ഞു. കുഞ്ഞെ പാറുവിന് കൊടുക്കടി, ഇല്ലെങ്കിൽ ഇതിലും ദയനീയമായിരിക്കും നിന്റെ അവസ്ഥ. ഇല്ല, നിന്നെക്കൊണ്ട് കുഞ്ഞെ തിരയാൻ എനിക്കറിയാം. അത്ര പനി വൈകിയുടെ അടുത്ത് പാഞ്ഞതും പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. കുഞ്ഞ് വൈകിയുടെ കരയിൽ നിന്ന് താഴേക്ക് നിലം പതിച്ചു. ഒരു നിമിഷം വൈകിയും ഒന്ന് പതറി. അവൾ വേഗത്തിൽ അവിടെ നിന്ന് ഓടി മറയുമ്പോൾ പാറുവിൻ്റെ ഉച്ചത്തിലുള്ള നിലവിളി മുഴങ്ങി കേട്ടിരുന്നു. ആംബുലൻസ് രക്തത്തിൽ കുളിച്ച കുഞ്ഞിക്കൊപ്പം കരഞ്ഞുവാടി തളർന്ന ജെനിയും രോഹിത്തും രശ്മിയും ഉണ്ടായിരുന്നു. പാറു ബോധമില്ലാതെ തൊട്ടടുത്ത് തന്നെ കിടപ്പുണ്ട്. കാശിയുടെ നിർദ്ദേശപ്രകാരം സച്ചയെ വിളിച്ചതും പറഞ്ഞതും അവൻ ഹോസ്പിറ്റലിലേക്ക് വന്നു. അവിടെ നിന്നും ഇരുവരും ഒരുമിച്ച് കൈലാസത്തിൽ പോകാൻ ഇറങ്ങുമ്പോഴാണ് മുന്നിൽ ആംബുലൻസ് വന്നു നിന്നത്. അതിൽ നിന്ന് രോഹിത്തും രശ്മിയും കരഞ്ഞുകൊണ്ട് ഇറങ്ങുമ്പോൾ ജെനിയും അവർക്കൊപ്പം ഇറങ്ങി. ജെനി, എന്താ ഉണ്ടായത്? എന്തിനിങ്ങനെ കരയുന്നത്? എല്ലാവരും ഏട്ടത്തി, കുഞ്ഞ് അവരെവിടെ? കാർത്തി ആദിയോട് ചോദിച്ചു. കാർത്തി, നമ്മുടെ കുഞ്ഞ്. ജെനി പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് തന്നെ അവൻ ആംബുലൻസ് പിന്നാലെ ഡോറിൻ്റെ അടുത്ത് ഓടി. അവിടെ ചോരയിൽ കുളിച്ച കുഞ്ഞിയെ പുറത്തെടുക്കുമ്പോൾ തൊട്ടു പിന്നാലെ പാറുവിനെ അവൻ കൊണ്ടുചെന്നു. അവൾക്ക് അപ്പോഴും ബോധം വന്നിരുന്നില്ല.
കുഞ്ഞ് നേരെ ഐസിയുലേക്ക് കൊണ്ടുചെല്ലുമ്പോൾ പാർവിനെ നെയ്സ് മറ്റു ഡോക്ടറും കൂടെ വന്ന് മറ്റു റൂമിലേക്ക് കൊണ്ടുചെന്നു. ഈ സമയം രഞ്ജി, അനന്തൻ, രേവതി, മുത്തശ്ശി, സ്റ്റെല്ല എല്ലാവരും അവിടേക്ക് ഓടിയെത്തി. ഐസിയുവിന് പുറത്തു വന്ന ഡോക്ടർ അബിയെ നോക്കി രഞ്ജി ചോദിച്ചു, അബി, ഞങ്ങളുടെ കുഞ്ഞ്. സോറി രഞ്ജി, കുഞ്ഞ് പോയി. ഇവിടെ കൊണ്ടുവരും മുമ്പ് തന്നെ. അബി അത്രയും പറഞ്ഞു തീർന്നതും തന്നെ അവിടെ എല്ലാവരുടെയും അലറിയുള്ള കുഞ്ഞുമോളെ എന്ന് നിലവിളിച്ചുള്ള നിലവിളി മുഴങ്ങി. അപ്പോഴും ഇതൊന്നും അറിയാതെ തൻ്റെ മകൾക്കരികിൽ എത്താനുള്ള യാത്രയിലായിരുന്നു കാശി. കാശി നേരെ വീട്ടിലേക്ക് വന്നു. താൻ വരുമ്പോൾ തന്നെ ഗേറ്റ് മുതൽ തൻ്റെ വീടിൻ്റെ അകത്തേക്ക് വരെ തടിച്ചുകൂടി നിൽക്കുന്ന ജനങ്ങളെ കണ്ടതും അവൻ്റെ ഹൃദയം പിടിഞ്ഞു. കാവ്യക്ക് എന്തിനു സംഭവിച്ചെന്ന ചിന്ത അവനെ പൊതിഞ്ഞു. അവൻ്റെ കാലുകൾ നിലത്തുറച്ച് നിലയ്ക്കാത്ത പോലെ. കാരണം അത്രയും ആ നിമിഷം കാശി തകർന്നിരുന്നു. അവൻ അല്ലെ നോക്കി. അവൻ്റെ അവസ്ഥയും അതുതന്നെയാണ്. കാരണം എല്ലാവരും സഹതാപത്തോടും സങ്കടത്തോടെയും കാശിയെ തന്നെ നോക്കുകയായിരുന്നു. ഉള്ളിലേക്ക് കയറുമ്പോൾ കണ്ടു ഒരു കോർണറിൽ തന്നെ കരഞ്ഞു തളർന്നു ജെനിയുടെ തോളിൽ കിടക്കുന്ന പാർവിനെ. തൊട്ടടുത്ത് തന്നെ രേവതിയും മുത്തശ്ശിയും സ്റ്റെല്ലയും രോഹിത്തും രശ്മിയും ശ്രേയ എന്നിവരും ഉണ്ടായിരുന്നു. മറു സൈഡിൽ അതുപോലെ തന്നെ കാർത്തി, അനന്തൻ, രഞ്ജി, സച്ചി എന്നിവരും പിന്നെ അവരിൽ ഉൾപ്പെട്ട ബന്ധുക്കൾ, നാട്ടുകാർ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ നടുമധ്യത്തിലുള്ള ആ ചില്ല് പെട്ടിയിൽ നീണ്ടു. ഒരു നിമിഷം അതിനകത്ത് കിടക്കുന്നവളെ കണ്ടതും അവൻ്റെ ഹൃദയം പിടഞ്ഞു. കാലുകൾ മുന്നിലേക്ക് വെക്കുമ്പോൾ അറിയാതെ അവൻ നിലത്ത് വീണുപോയി. അലൻ അവനെ പിടിച്ചെങ്കിലും അവൻ്റെ കാര്യങ്ങൾ അവനിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ടും അവൻ അങ്ങനെ തന്നെ അവളുടെ പെട്ടിക്ക് മുന്നിലെത്തി നിന്നു. വെള്ള പുതച്ചു. ആ പെട്ടിക്കുള്ളിൽ മുഖമെല്ലാം മുറിവുകളോടെ മരിച്ചു കിടക്കുന്ന തൻ്റെ കുഞ്ഞിയെ കണ്ടതും ശ്വാസം നിലയ്ക്കുന്ന പോലെ തോന്നി അവന്. ശബ്ദം തൊണ്ടക്കുഴി നിലച്ചു പോയ അവസ്ഥ. അപ്പോഴും കാശിയുടെ കണ്ണുകൾ തോരാതെ പെയ്യുകയായിരുന്നു. കുറച്ച് സമയം വേണ്ടി വന്നു മുന്നിൽ കണ്ട കാഴ്ച അത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ. അവൻ ഉച്ചത്തിൽ സർവശക്തിയോട് അലറി.